ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ കഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഥയുടെ മർമ്മങ്ങളെ നമ്മൾ കേൾക്കും, നമ്മൾ ചർച്ച ചെയ്യും, ജീവിതത്തിൽ അത് ഉപയോഗിക്കും. അപ്പം ഇന്ന് മനോഹരമായ ഒരു കഥ കേൾക്കാം. കഥ പറയുന്ന ആളെ പരിചയപ്പെടുത്താൻ ഉഷ മാമിനെ ക്ഷണിക്കുകയാണ്. ഉഷ മാം, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. മാറ്റിനി ഫ്രീ വെബിനാർ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റോറി തെറാപ്പിയുടെ 99ാമത്തെ സെഷനാണ് ഇന്ന് നമ്മൾ പങ്കെടുക്കുന്നത്. ഇതിൽ കഥ പറയാൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീമതി ശ്യാമള ദാസ്, പെരുമ്പാവൂരാണ് സ്വദേശം. എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്, എൻ്റെ അല്ലിയാൻ്റിയാണ്. അതായത് എൻ്റെ ചിറ്റയാണ്, എൻ്റെ അമ്മയുടെ സിസ്റ്ററാണ്. ഒരു 10 മക്കളിൽ ഏറ്റവും ഇളയ ആൾ. അപ്പൊ അതായത് എനിക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട, ഞങ്ങളുടെ വീട് അടുത്തടുത്തായിരുന്നു, തറവാട് വീട്. എൻ്റെ അല്ലിയാൻ്റിയുടെ കൈപിടിച്ചാണ് ഞാൻ വളർന്നതും എന്നെ വളർത്തിയത്. അല്ലിയാൻ്റിയാണ് ഒരുപാട് സ്നേഹിച്ച്, അതുപോലെ തന്നെ എന്നെ കഥ പറയാനും കഥ കേൾക്കാനും കഥ വായിക്കാനും എനിക്കിഷ്ടം തോന്നിയത് എൻ്റെ അല്ലിയാൻ്റിയുടെ കൂടെ ഞാൻ വളർന്നത് കൊണ്ടാണെന്ന് ഞാൻ ഇപ്പോഴും പറയാം. അതുപോലെ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും എൻ്റെ അല്ലിയാൻ്റിയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലേഡി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയാം, എൻ്റെ അമ്മ, എൻ്റെ അല്ലിയാൻ്റി. ശ്രീമതി ശ്യാമള ദാസ്. ഞാൻ അല്ലി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് അല്ലിയാൻ്റിയുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെയാണ് പോകുന്നത്. ഈ ഒരു വിഷുക്കാലം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അവിചാരിതമായിട്ടാണ് അല്ലിയാൻ്റി എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വിഷുക്കണി ഒരുക്കുകയും അതുപോലെ തന്നെ ഒരുങ്ങുകയും അതുപോലെ വിഷു സദ്യ ഒരുക്കുകയും എല്ലാത്തിലും പഴയ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്ത് അല്ലിയാൻ്റിയുടെ ഒപ്പമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലിയാൻ്റിയെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ ഒരു കാര്യത്തെ ഞാൻ കാണുന്നത്. ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന സാബു സാറിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതുപോലെ ഈ ഒരു സെഷൻ കേൾക്കാനായിട്ട്, ഈ കഥ കേൾക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. തകഴി ശിവശങ്കരപിള്ളയുടെ, നമ്മുടെ എല്ലാവരുടെയും, അതായത് മലയാളത്തിന്റെ ഒരു വിശ്വസാഹിത്യത്തോളം വാനോളം ഉയർത്തിയ കഥാകാരനാണ് തകഴി ശ്രീ ശിവശങ്കരപിള്ള. അദ്ദേഹത്തിന്റെ മാഞ്ചുവട്ടിൽ എന്ന കഥയാണ് ഞാനും അല്ലിയാൻ്റിയും കൂടി സെലക്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു കഥ പറയാനായിട്ട് അല്ലിയാൻ്റിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു ഉഷ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ നല്ല സായാഹ്നത്തില്, ഈ നല്ല പ്ലാറ്റ്ഫോമില് ഇന്ന് വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഈ ഒരു സ്റ്റോറി അവതരിപ്പിക്കാൻ ഇടവരുത്തിയ ഉഷയ്ക്കും പ്രത്യേകിച്ച് സാബു സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കഥ കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, എനിക്ക് എല്ലാവരെയും ഒന്നും അറിയില്ല, ഉഷ പറഞ്ഞ പലരുടെയും പേരൊക്കെ അറിയാം. എല്ലാവർക്കും സ്വാഗതം, നന്ദി. മലയാള സാഹിത്യത്തെ വിശ്വ സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച് പ്രിയ കഥാകാരൻ നമ്മുടെ തകഴി ശിവശങ്കരപിള്ളയുടെ മാഞ്ചൂട്ടിൽ എന്ന ചെറുകഥയാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് ബാല്യകാലം. ഒരിക്കലെങ്കിലും ആ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു തിരിച്ചു പോക്കാണ് ഈ കഥ, എന്റെയും ഒപ്പം നിങ്ങളുടെയും. മാഞ്ചുവട്ടിൽ ഒരു കാറ്റും കാറ്റല്ല, പെരുങ്കാറ്റും കാറ്റല്ല, മാവേലിക്കുന്നത്തെ കാറ്റേ വാ, കടലേ വാ, കടലേ തട്ടിയൊരു മാങ്ങയെ താ. അപ്പോൾ ഒരു കാറ്റടിച്ചു. ആ വരിക്കമാവിന്റെ മാനത്ത് മുട്ടുന്ന കൊമ്പുകളിൽ പെട്ടിക്കുലകൾ കിടന്നാടുന്നു. അവരുടെ ഉത്സാഹം വർദ്ധിച്ചു. അവർ ഒത്തുചേർന്ന് ആർത്തു, കാറ്റേ വാ, കടലേ വാ. കാറ്റിന് ശക്തി വർദ്ധിച്ചു. ഇലച്ചില്ലയിൽ തട്ടിമുട്ടി എന്തോ താഴ്ത്തു വീഴുന്നു. പാട്ടു പെട്ടെന്ന് നിന്നു. മാഞ്ചുവട്ടിൽ ഒരു ക്ഷണം ഒരു ബഹളമായിരുന്നു. ആ വീണ സാധനം ഒരു ബാലികയ്ക്ക് കിട്ടി. ഒരു പൊട്ടിച്ചിരി, അത് ഒരു ഉദളങ്ങായിരുന്നു. വളിച്ച മുഖത്തോടെ ആ ബാലിക അത് ദൂരെ വലിച്ചെറിഞ്ഞു. തല തല്ലി ചിരിച്ചുകൊണ്ട് ഒരു ബാലൻ ആ രംഗത്ത് പ്രത്യക്ഷമായി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ബാലിക കരഞ്ഞുപോയി.
കുസൃതി കാട്ടിയ ബാലൻ, അവന്റെ പേർ ബാലകൃഷ്ണൻ എന്നായിരുന്നു. അല്പം അകലെ നിന്നിരുന്ന ഒരു പേരിയിൽ ചാടിക്കയറി അതിന്റെ കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഓലക്കുടിലിൽ നിന്നും ഒരു മാമ്പഴം എടുത്ത് അവളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തു. ഒരു ക്ഷണം അവൾ അതെടുക്കുവാൻ മടിച്ചു. അപ്പോൾ കുനിഞ്ഞപ്പോഴേക്ക് അത് മറ്റൊരു ബാലൻ എടുത്തു കഴിഞ്ഞു. അപ്പോഴും കൂട്ടമായ ഒരു പൊട്ടിച്ചിരി ഉണ്ടായി. ഗൗരിയും നാരായണനും പാറകൾ പെറുക്കി ഒറ്റയും ഇരട്ടയും കളിച്ചുകൊണ്ടിരുന്നു. നാണിയും ഗോവിന്ദനും കഞ്ഞിയും കറിയും വയ്ക്കുകയാണ്. നീലകണ്ഠനും രാമനും അണ്ടിയച്ചന്റെ സംസ്കാര കർമ്മം നിർവഹിക്കുന്നു. ഉണങ്ങിയ ചെറു ചുള്ളികൾ കൊണ്ടുണ്ടാക്കിയ പല്ലക്കിൽ ഒരു മാങ്ങ എടുത്തു വെച്ച് മാവിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. അണ്ടിയച്ചൻ ചത്തേ, കുല കുളിച്ചേ, 16 വീടാൻ ഒരു മാങ്ങയെ താ. മുകളിൽ ഒരു കാക്ക കരഞ്ഞു. കുട്ടികൾ കളികൾ നടത്തി. പേരിയിൽ കയറിയിരുന്നവൻ നിലത്തു ചാടി. അത് കുഞ്ഞാങ്കാക്കയാണ്, അല്ല തള്ളക്കാക്കയാണ്. ദേ മാങ്ങ കൊത്തുന്ന കണ്ടോ? മിണ്ടാതെ, കാക്ക പറന്നു പോവും. എല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആ ഇലിപത പറ്റിയ പെൺകുട്ടി, അവളുടെ പേര് പാപ്പി എന്നാണ്. അല്പം അകലെ നിൽക്കുകയാണ്. അവളുടെ മുഖത്തെ വല്ലായ്മ ഇപ്പോഴും പോയിട്ടില്ല. ഒരു മാമ്പഴം വീണു. അത് ബാലകൃഷ്ണന് കിട്ടി. മാമ്പഴത്തിന്റെ ഞെട്ടുനുള്ളി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഈ ചെന എടുത്തോണ്ട് മറുചെന മാമ്പഴം പാപ്പിക്ക് താ. അത് സാധാരണ കുട്ടികൾ പറയാറുള്ളത്. ചെന മാമ്പഴം എനിക്ക് താ എന്നാണ്. അങ്ങനെ അവൻ ചെയ്തു പോയ കുസൃതിക്ക് പ്രായശ്ചിത്തം ചെയ്തു. മറുചെന മാമ്പഴം പാപ്പിക്ക് കിട്ടുകയും ചെയ്തു. അന്തി മയങ്ങിയപ്പോൾ കുട്ടികൾ മാഞ്ചുവട്ടിൽ നിന്നും പിരിഞ്ഞു. ബാലനും പാപ്പിയും പരസ്പരം കൈകോർത്ത് പിടിച്ചു വീട്ടിലേക്ക് തിരിച്ചു. അവന്റെ കൈത്തണ്ടിൽ തൂങ്ങുന്ന കൂട് നിറച്ചു മാമ്പഴമാണ്. അവൾക്ക് ഒന്നുകൂടി അന്ന് കിട്ടിയിരുന്നില്ല. ബാലനും പാപ്പിയും അയൽക്കാരാണ്. അവന്റെ വീടിന് തൊട്ടു പടിഞ്ഞാറേത് അവളുടെ വീടാണ്. അടുത്ത പൂജവയ്പ്പിന് അവരെ ഇരുവരെയും എഴുത്തിനിരുത്തി. അവർ ഒരുമിച്ച് കിട്ടുവാശാന്റെ എഴുത്തുപള്ളിയിൽ പോകും. ഒരുമിച്ച് തിരിച്ചു വരും. ഓലയിൽ തൂക്കാൻ കയ്യോന്നി അവർ പരസ്പരം കൊടുത്തു പോന്നു. അമ്പലക്കുളത്തിൽ നിന്നും ബാലൻ താമരപ്പൂ പാപ്പിക്ക് പറിച്ചു കൊടുക്കും. അവൾ പഠിത്തത്തിന് വലിയ മടിയായിരുന്നു. ആശാന്റെ തല്ലുകൊള്ളുവാനേ അവൾക്ക് സമയമുള്ളൂ. അവൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അവൾ ബാലനെ ഒരു കാര്യത്തിൽ തോൽപ്പിച്ചു പോന്നു. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടുമുട്ടും തുഞ്ചാണി എന്താണെന്ന് പറ. ബാലന് ആ കടം അറിഞ്ഞുകൂടാ. അവൻ പറയും തെങ്ങ്. ഓ അല്ലേ, ഒരു കടം. അവൾ ജയിച്ചു, കൈകൊട്ടിച്ചിരിക്കും. പിന്നെന്തോന്നാ കൺപോള. ഇപ്പം 4 കടമായി. അവർ തങ്ങളിൽ തള്ളാറുണ്ട്. അവൻ അവളെ മാന്തും. അവൾ കരഞ്ഞുകൊണ്ട് കൊഞ്ഞനം കുത്തും. ഇനി ഞാൻ ബാലനോട് മിണ്ടത്തേയില്ല. അവളുടെ കുടുംബം പുരാതനമായ ഒന്നായിരുന്നു. അവൾ പറയും, നിങ്ങളുടെ ചോറ് ഞങ്ങൾ ഉണ്ണത്തില്ലല്ലോ. അവന് ഒന്നും അഭിമാനിക്കാനുണ്ട്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുമല്ലോ. 6 മാസത്തെ പഠിത്തത്തിന് ശേഷം പാപ്പി പള്ളിക്കൂടത്തിൽ പോക്ക് നിർത്തി. അവളുടെ അമ്മാവൻ പറഞ്ഞു, അവൾ പോകണ്ട, പെണ്ണുങ്ങൾ പഠിച്ചാൽ കണക്ക് ചോദിക്കും. ബാലൻ അടുത്ത വത്സരത്തിൽ ഒരു പ്രൈമറി സ്കൂളിൽ ചേർന്നു. സ്ലേറ്റും പുസ്തകവും എടുത്ത് കൊച്ചുമുണ്ടും എടുത്ത് അവൻ പള്ളിക്കൂടത്തിൽ പോകുന്നത് പാപ്പി നോക്കി നിൽക്കും. അവൾ ഒരു ദിവസം ചോദിച്ചു, ബാല, പള്ളിക്കൂടത്തിൽ സാറ് തല്ലുമോ? പഠിച്ചില്ലേ തല്ലും. മാങ്ങയുള്ള കാലത്ത് പാപ്പി ബാലന് വേണ്ടി മാങ്ങ പെറുക്കി സൂക്ഷിച്ചു വെക്കും. വൈകിട്ട് വരുമ്പോൾ അവൾ അവന് കൊടുക്കും. അവൾക്ക് വീട്ടുജോലികൾ വളരെ ചെയ്യാനുണ്ട്. തീ അരിക്കണം, തൊഴുത്തിലെ ചാണകം വാരണം, പാത്രം തേക്കണം. അങ്ങനെ അവൾക്ക് കളിക്കുവാൻ തന്നെ സമയമില്ലാതായി തീർന്നു. പ്രൈമറി സ്കൂളിലെ പഠിത്തം തീർന്നു. ബാലൻ 4 മൈൽ അകലെയുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്നു. അവൻ ഉടുപ്പും ഇട്ടുകൊണ്ട് അവന്റെ അച്ഛന്റെ കൂടെ അമ്പലപ്പുഴയ്ക്ക് പോകുന്നത് അവൾ ശിലാപ്രതിമ പോലെ നോക്കി നിന്നു. ബാല, നീ ഇനി വരത്തില്ലേ? അവൾ ചോദിച്ചു. ഞാൻ വെള്ളിയാഴ്ച വരും. പാപ്പി കരഞ്ഞുപോയി. അവൻ അമ്പലപ്പുഴയെ താമസിക്കാൻ പോവുകയാണ്. ആ കൊച്ചു പെണ്ണ് നിരുത്സാഹയായി പോയി. ആ വെള്ളിയാഴ്ച വൈകിട്ട് ബാലൻ വന്നു. ഒരു കൂട് നിറയെ മാമ്പഴം അവൾ കൊടുത്തു. അക്കൊല്ലത്തെ ഇടവപ്പാതി വളരെ ഭയങ്കരമായിരുന്നു. ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. 1.5 മാസക്കാലം അവൻ വന്നതേയില്ല. ഓരോ വെള്ളിയാഴ്ചയും പാപ്പി ബാലകൃഷ്ണനെ പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ വന്നില്ല. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബാലൻ വീട്ടിൽ വന്നു. അവന്റെ കൂടെ മറ്റൊരു കുട്ടിയുമുണ്ട്. ശനിയാഴ്ച കഴിഞ്ഞിട്ടും അവൻ പാപ്പിയുടെ വീട്ടിൽ ചെന്നില്ല.
അവൾക്ക് അങ്ങോട്ട് പോകാൻ സമയവുമില്ല. ഞായറാഴ്ച അവൾ അവന്റെ വീട്ടിൽ ചെന്നു. ബാലനും അവന്റെ കൂട്ടുകാരനും കൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നു. മിഡിൽ സ്കൂളിലെ 4 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞു ബാലൻ ഹൈസ്കൂളിൽ ചേർന്നു. അടുത്ത ഓണം ഒഴിവിനാണ് അവൻ തിരിച്ചു വരുന്നത്. ഒരു ചുമട്ടുകാരനെ കൊണ്ട് പെട്ടിയും എടുപ്പിച്ച് ഒരു പരിഷ്കാരിയായ പുരുഷൻ കിഴക്കേ വീട്ടിലേക്ക് പോകുന്നത് പാപ്പി കണ്ടു. ഒരു നുള്ളു ജീരകം വാങ്ങാനെന്ന വ്യാജേന അവൾ അവിടെ ചെന്നു. അത് ബാലനായിരുന്നു. പക്ഷേ പാപ്പിക്ക് ഒരു നിമിഷത്തേക്ക് ആൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബാലൻ അവന്റെ കുടുംബം മുഴുവൻ വെട്ടിക്കളഞ്ഞു ക്രാപ്പ് ചെയ്തു ചീകി വെച്ചിരിക്കുന്നു. അവന്റെ മുഖം വെളുത്തു ചുവന്നിരിക്കുന്നു. 2-3 മുഖക്കുരുവും കൂമ്പിയിട്ടുണ്ട്. ശബ്ദം തന്നെ മാറിപ്പോയി. അയാൾക്ക് ചെരുപ്പുണ്ട്, ശീലക്കുടയുണ്ട്. ട്രങ്കിനുള്ളിൽ കൗതുകകരമായ പല സാധനങ്ങളും കണ്ടു. ബാലന്റെ ചിരിക്ക് പ്രത്യേകതയുണ്ട്. അമ്മേ, വിശക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അടുക്കളയ്ക്കുള്ളിലേക്ക് കയറി. അവിടെ പാപ്പി ഉണ്ടായിരുന്നു. അവൾ മുട്ടുവരെ എത്തുന്ന ഒരു കരിത്തോർത്ത് ഉടുത്തിരുന്നു. എന്താ പാപ്പി? ബാലൻ ചോദിച്ചു. അവൾ ഉത്തരം പറഞ്ഞില്ല. ആ വെക്കേഷൻ കഴിഞ്ഞു. ബാലന് തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാൻ സമയമായി. പെട്ടിയും എടുപ്പിച്ചുകൊണ്ട് അയാൾ തിരിച്ചു. ആ വരിക്കമാവിൻ ചൂട്ടിൽ വെച്ച് ആരോ വിളിച്ചു എന്ന് അയാൾക്ക് തോന്നി. അയാൾ തിരിഞ്ഞു നിന്നു. ഗന്ധർവന്റെ അമ്പലത്തിന് മുൻവശത്തു മുൻചുവട്ടിൽ പാപ്പി നിൽക്കുന്നു. അവൾ ചോദിച്ചു, ബാലൻ പോവുകയാണോ? അയാൾ നടന്നു. ബാലന്റെ ഉള്ളിൽ ചില മൃദുലങ്ങളായ ചലനങ്ങളുണ്ടായി. ആ വിളിയിൽ എന്തോ നിർവചിക്കാൻ വയ്യാത്ത ഒന്ന് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അത് അശരീരി പോലെയായിരുന്നു. അടുത്ത മിഡ് സമ്മർ വെക്കേഷൻ കാലത്ത് ബാലൻ തിരിച്ചു വന്നു. പക്ഷെ 2-3 ദിവസമേ അയാൾ വീട്ടിൽ താമസിച്ചുള്ളൂ. അതിനുശേഷം വടക്കൻ പറവൂരിൽ താമസിക്കുന്ന സഹോദരിയെ കാണുവാൻ പോയി. ബാലൻ സ്കൂൾ ഫൈനൽ ക്ലാസ്സിലാണ്. 5th ഭാരത്തിൽ നിന്നും അക്കൊല്ലം ജയിച്ചു. ഒരു കൊല്ലത്തിന് ശേഷം അയാൾ അക്കൊല്ലത്തെ മധ്യവേനലിന് വീട്ടിൽ വന്നു. ബാലനു 17 വയസ്സ് പ്രായമുണ്ട്. അന്നത്തെ പോലെ അടുത്ത കാലത്തൊന്നും മാങ്ങ ഉണ്ടായിട്ടില്ല. നഗരത്തിൽ നിന്നും വന്ന ബാലൻ ഒരു ബനിയനുമിട്ട് സായാഹ്നത്തിൽ പഴയ വരിക്കമാവിൻ ചുവട്ടിൽ കാറ്റുകൊള്ളുവാൻ പോകും. അവിടെ ആ പഴയ പാട്ട് കുട്ടികൾ പാടാറുണ്ട്. കാറ്റേ വാ, കടലേ വാ. അണ്ടിയച്ചിന് പുതിയ ശേഷക്കാരുണ്ടായി. ആ കുട്ടികളുടെ കൂടെ ഇന്നും പാപ്പി മാമ്പഴം വീഴുമ്പോൾ ഓടാറുണ്ട്. മാഞ്ചുവട്ടിൽ നിന്നും ഒട്ടകലയായി ബാലൻ ആഹ്ലാദകരമായ ആ കാഴ്ച നോക്കി നിൽക്കും. പാപ്പി ഇന്നും ഒരു കുട്ടി തന്നെയാണ്. മാങ്ങ കിട്ടിയാൽ അവൾ ഞെട്ടുനുള്ളി മുകളിലേക്കിട്ട് പറയും, ഇച്ചന നീ എടുത്തോണ്ട് മറിച്ചന മാങ്ങ എനിക്ക് താ. ഒരു ദിവസം സന്ധ്യയ്ക്ക് ബാലൻ വരിക്കമാവിൻ ചൂട്ടിൽ ലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞു. ഒരു കാറ്റ് വീശി. എവിടെ നിന്നെന്നറിഞ്ഞില്ല. പാപ്പി അവിടെ പ്രത്യക്ഷമായി. ഒരു മാമ്പഴം വീണു. അത് അവൾ എടുത്തു. പാപ്പി, ആ മാമ്പഴം ഇങ്ങ് തരൂ, നോക്കട്ടെ. പാപ്പി മാമ്പഴം കൊടുത്തു. പാപ്പിക്ക് ധാരാളം മാമ്പഴം കിട്ടാറുണ്ടല്ലേ? ഞാൻ അതെല്ലാം കിഴക്കേതിൽ കൊടുക്കുകയാണല്ലോ. ഓഹോ, ഇന്നും ഞാൻ മാമ്പഴ പച്ചടി കൂട്ടി. അത് പാപ്പിയുടെ മാങ്ങയാണോ? മാമ്പഴമാണോ? ബാലൻ വന്ന അന്ന് ഞാൻ 150 മാമ്പഴം കൊടുത്തു. ബാലൻ 10-ാം തീയതി വരുമെന്ന് ബാലന്റെ അമ്മ പറഞ്ഞു. ഒരു രാഗം മൂളിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. ഒരു പരിമളം ബാലനിൽ നിന്ന് പ്രസരിച്ചു. ബാലന്റെ കയ്യിലിരുന്ന കൈലേസിന്റെ അരികുകളിൽ ചിത്രവേരകൾ ചെയ്തിരിക്കുന്നു. പാപ്പി ബാലനെ നോക്കി നിന്നു. ആ വെക്കേഷൻ കാലവും അങ്ങനെ കഴിഞ്ഞുകൂടി. ബാലൻ സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിയാണ്. സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ബാലൻ പഠിക്കുകയാണ്. ഓണത്തിനോ ക്രിസ്തുമസിനോ അയാൾ വീട്ടിൽ വന്നില്ല. പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞു. ബാലൻ വീട്ടിൽ വന്നു. വരിക്കമാവിൻ ചുവട്ടിൽ സന്ധ്യാസമയത്ത് പഴയ പോലെ അവർ കണ്ടുമുട്ടി. അവൾ നേരത്തെ കുളി കഴിഞ്ഞു തലമുടി അഴിച്ചു പിന്നിലിട്ടിരുന്നു. ശുഭ്രമായ ഒരു ചുട്ടിപ്പുടുക ഉടുത്തിരുന്നു. ബാലൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പാപ്പി അന്നാദ്യമായി ബാലന്റെ മുമ്പിൽ വച്ച് ഒന്ന് നടുങ്ങി. ഗന്ധർവ ക്ഷേത്രത്തിന്റെ നിശ്വാസം പോലെ ഒരു ചെറുകാറ്റ് വീശി. സർപ്പക്കാവിൽ ഒരു മർമ്മര ശബ്ദം ഉയർന്നു. പാപ്പിയുടെ മുഖം അവനക്തമായി. സ്ത്രീകളുടെ മുഖത്തെ ആകർഷകമാക്കുന്ന ലജ്ജയുടെ പ്രകടനം. ഒരു പ്രകാശമേറിയ മന്ദഹാസം അവളുടെ മുഖത്ത് കളിയാടി. ബാലൻ 2 ചുവടുകൾ മുന്നോട്ട് വച്ചു. പാപ്പിയുടെ ബാഹുക്കൾ അവളുടെ മാറത്ത് ഒരു ഗുണന ചിഹ്നം രചിച്ചു. അവൾക്ക് വയസ്സ് 18 ഉണ്ട്.
ബാലൻ അവളുടെ കൈ പിടിച്ച് ഒന്ന് മെല്ലെ അമർത്തി. അവൾ മുഖമുയർത്തി. അവരുടെ ദൃഷ്ടികൾ ഇടഞ്ഞു. അടുത്ത നിമിഷം ബാലന്റെ പിടി അയഞ്ഞു. അവൾ അപ്രത്യക്ഷയായി. അടുത്ത ദിവസം അവൾ മാഞ്ചൂട്ടിൽ വന്നില്ല. അവൾ ഒരു റവുക്ക വേണമെന്ന് അമ്മയെ നിർബന്ധിച്ചു. ബാലനെ കാണുമ്പോൾ പാപ്പി ഓടി ഒളിക്കും. ബാലൻ സ്കൂൾ ഫൈനൽ പാസ്സായി. തിരുവനന്തപുരത്ത് ചെന്ന ഇന്റർമീഡിയറ്റിന് അയാൾ ചേർന്നു. അങ്ങനെ അയാളുടെ ലോകം കുറെ കൂടി വിശാലമായി. പരിഷ്കാരികളായ സ്നേഹിതന്മാർ, നാഗരികാംഗനകൾ, ഇങ്ങനെ ആകർഷകമായ ആ ജീവിതത്തിൽ ഭൂതകാല സ്മരണകൾ കുഴിച്ചു മൂടപ്പെട്ടു. അക്കൊല്ലത്തെ വെക്കേഷൻ കാലത്ത് ബാലൻ മദ്രാസിലെ ചില സ്നേഹിതരുമായി തെക്കേ ഇന്ത്യ മുഴുവൻ പര്യടനം നടത്തി. അടുത്ത കൊല്ലത്തിലെ ഓണത്തിന് ബാലൻ വന്നപ്പോൾ അയാളുടെ കൂടെ 4-5 സ്നേഹിതരുമുണ്ടായിരുന്നു. പാടത്ത് കാറ്റുകൊള്ളുവാനായി അവർ ഇറങ്ങിയപ്പോൾ വരിക്കമാവിൻ ചുവട്ടിൽ പുള്ളി റൗക്കയുമിട്ട് പാപ്പി നിൽക്കുന്നത് ബാലൻ കണ്ടു. അങ്ങനെ 4 സംവത്സരങ്ങൾ കഴിഞ്ഞ് ബാലൻ BA പാസ്സായി. തിരുവനന്തപുരത്ത് ഒരു വലിയ പെൻഷൻ ഉദ്യോഗസ്ഥന്റെ മകളെ വിവാഹം ചെയ്തു. വിവാഹത്തിന് പോയി വന്ന കരക്കാർ വധുവിന്റെ രൂപലാവണ്യത്തെക്കുറിച്ച് വളരെ വളരെ സ്തുതിച്ചു. ഒരു ദിവസം ബാലനും അയാളുടെ ഭാര്യയും കൂടി വീട്ടിൽ വന്നു. ഭാര്യയെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് അയാൾ ഇംഗ്ലണ്ടിന് പോവുകയാണ്. ആ നാഗരികാംഗന സായാഹ്നത്തിൽ വരിക്കമാവിന്റെ ചുവട്ടിൽ വന്നു നിന്ന് കാറ്റുകൊള്ളാറുണ്ട്. കുങ്കുമമായ പശ്ചിമാമ്പരത്തിനും അപ്പുറത്തുള്ള ആ നാട്ടിൽ അവളുടെ നാഥൻ പോയിരിക്കുകയാണ്. പിരിയുന്ന അവസരത്തിൽ അദ്ദേഹം പല പല ശബ്ദങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവളുടെ ഉൾക്കളം എപ്പോഴും ഉത്കണ്ഠാകുലമായിരുന്നു. മദാമയുടെ പുഞ്ചിരി ഏറ്റവും മനോഹരമാണെന്നും അത് അവരെ അരുമകളാക്കുന്നു എന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആനന്ദം നിറഞ്ഞൊഴുകുന്ന ലണ്ടനിലെ ജീവിതത്തിനിടയിൽ തിരുവനന്തപുരത്തെ ഒരു പൊട്ടപ്പെണ്ണിനോട് ചെയ്ത ശബ്ദം വിസ്മൃതമായി പോവുകയില്ലേ? വിദ്യാഭ്യാസമില്ല, രസികത്വമില്ല, ഭർത്താവിനെ ഒരിക്കലെങ്കിലും ആനന്ദിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവൾ ഈശ്വരനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം എല്ലാം കൈക്കൊള്ളട്ടെ, തന്റെ എളിമത്തം പരിഹരിക്കട്ടെ. അവൾ അയച്ച എഴുത്തുകളെല്ലാം കണ്ണുനീരിൽ എഴുതപ്പെട്ടവയായിരുന്നു. എന്നോട് ചെയ്ത ശബ്ദങ്ങൾ മറക്കരുതേ, അവൾ എഴുതും. എന്റെ ഉത്കണ്ഠകളെ കുറിച്ച് പരിഭവം തോന്നരുതേ. ഞാൻ ഒട്ടും പിരിയാത്തൊരു പെണ്ണാണ്. എനിക്ക് അവിടുത്തെ ഉപദേശിക്കാൻ അധികാരമില്ല. ഞാൻ എപ്പോഴും അവിടുത്തെ അഭ്യുദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ തിരുവനന്തപുരത്തെ ആ നാഗരികാംഗന എഴുതും. ഭർത്താവിന്റെ ലാളനകൾ അവൾ ഓർക്കും. അദ്ദേഹത്തിന്റെ കറുത്ത കൂട്ടുപിരുകം, അദ്ദേഹത്തിന്റെ രൂപം അവളുടെ ഉൾക്കളത്തിൽ പ്രത്യക്ഷമാകും. അത് തന്റെ സ്വന്തം എന്ന് വെച്ചാൽ തനതു വകയാണ്. ഇങ്ങനെ ചിന്താമഗ്നിയായി നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ ജലം നിറഞ്ഞു. അല്പം ദൂരെ നിന്ന് പാപ്പി അവളെ അങ്ങനെ കൗതുകം നിറഞ്ഞു നോക്കി നിൽക്കുകയാണ്. അവളുടെ ആഭരണങ്ങളും പാദം വരെ നീട്ടിയിട്ടുള്ള പുഴവയുടുപ്പും എല്ലാം അവൾ അങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. അവൾ ഒരു ദേവാംഗനയാണ്. പാപ്പി സാവധാനത്തിൽ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ കരയുന്നേ? ആ തിരുവനന്തപുരത്തുകാരി പാപ്പിയെ നിസ്സാരമായി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. 4 സംവത്സരം കഴിഞ്ഞു ബാലൻ തിരിച്ചു വന്നു. അയാളെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായി നിയമിച്ചു. ഒരു ഗ്രാമം തെളിഞ്ഞു പോയി. അതിന് ഒരു മഹാനായ ജഡ്ജിയുടെ ജന്മഭൂമിയാകുവാൻ ഭാഗ്യമുണ്ടായി. അവിടെ കൂടിയാണ് ആലപ്പുഴ തിരുവല്ല റോഡ് പോകുന്നത്. ഒരു ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ, 1-2 കയർ ഫാക്ടറികൾ എല്ലാം ഇന്ന് അവിടെയുണ്ട്. ആ വരിക്കമാവിന്റെ ചുവട്ടിൽ ഇന്നും പിള്ളേർ കൂടാറുണ്ട്. ആ പാട്ടുകൾ പാടാറുണ്ട്. കാറ്റേ വാ, കടലേ വാ. അതിന്റെ മഹാകവി ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഇടക്കാലത്ത് സംഭവ ബഹുലമായ യൗവനകാലത്ത് ആ വരികൾ മറന്നുപോയി. പക്ഷെ അവർ ഇപ്പോഴും അത് ഓർക്കുന്നു. അവർക്കും ആ കവി ഏതെന്ന് പറയാവതല്ല. ആ ഗന്ധർവ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. വരിക്കമാവിലെ മാങ്ങ കടുക്ക പോലെ ചെറുതായി. കുട്ടികൾ ഒരേ സമയം 2 മാങ്ങ ഒരുമിച്ച് വായിലിടും. അന്നൊരു സായാഹ്നത്തിൽ റോഡിൽ ഒരു കാർ വന്നു നിന്നു. അതിനുള്ളിൽ നിന്നും 50 വയസ്സ് പ്രായം വരുന്ന ഒരാൾ താഴത്തിറങ്ങി. അദ്ദേഹത്തിന്റെ തലമുടി ആകെ നിറച്ചിരുന്നു. അത് ബാലകൃഷ്ണനായിരുന്നു. ജഡ്ജി അദ്ദേഹത്തിന്റെ പിന്നാലെ ആ നാട്ടിലെ പൗരന്മാർ വിനയ പുരസ്സരം കൂടിയിരുന്നു. അവരോട് കുശല പ്രശ്നം ചെയ്തുകൊണ്ട് അദ്ദേഹം മാവിൻ ചൂട്ടിലേക്ക് നടന്നു. ആ പഴയ വരിക്കമാവ് ഒരു മാമ്പഴം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു.
അദ്ദേഹത്തിന്റെ മുൻവശത്ത് തന്നെ ഒരു മാമ്പഴം വീണു. ചില പിള്ളേർ ആ മാമ്പഴത്തിന് നേരെ ഓടി. പക്ഷെ അപ്പോഴേക്കും ജഡ്ജി അദ്ദേഹം അതെടുത്തു കഴിഞ്ഞു. മാമ്പഴം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കി. കാറ്റേറ്റ് പെട്ടിക്കുലകൾ ആടുന്നു. ബാല, യന്ത്രങ്ങളുടെ കുഴൽവിളി കൊണ്ട് ശബ്ദായമാനമായ ലണ്ടൻ, പ്രേമവതിയായ ഭാര്യയുടെ മധുരമായ ചിരികൊണ്ട് ആനന്ദമയമായ വീട്, ഗൗരവം നിറഞ്ഞ ന്യായാസനം. ഇങ്ങനെ സംഭവ സമ്പൂർണമായ ജീവിതത്തിനിടയിലൂടെ ആനന്ദം നിറഞ്ഞ ബാല്യകാലത്തിന്റെ സന്ദേശം അദ്ദേഹത്തിന്റെ കർണപുടങ്ങളിൽ വന്നലച്ചു. ജഡ്ജി തിരിഞ്ഞു നോക്കി. ശരീരമാകെ ഞൊറിഞ്ഞ് കേവലം അസ്ഥികൂടമായ ഒരു രൂപം അദ്ദേഹത്തെ നോക്കി ഉള്ളുകുളിർക്കെ ചിരിക്കുന്നു. ആ വായിൽ ഒരു പല്ലില്ല. ജഡ്ജി സൂക്ഷിച്ചു നോക്കി. ഒരു കാറ്റല്ല, പെരുങ്കാറ്റും കാറ്റല്ല. മാവേലിക്കുന്നത്തെ കാറ്റേ വാ, കടലേ വാ, കടലെ തട്ടി ഒരു മാങ്ങിയെ താ, കുട്ടികൾ പാടുന്നു. തകഴി എന്ന അനശ്വര കഥാകാരന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ഈ കഥ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എന്റെ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു. ഒരു വരിക്കമാവിന്റെ ചോട്ടിലുള്ള രണ്ട് വ്യക്തികൾ, ബാലനും പാപ്പിയും, അല്ലെ? അതെ, അവരുടെ ജീവിത സാഹചര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ തിരിച്ചു വരുന്ന ആ നിമിഷം വരെ വളരെ കൃത്യമായി മനോഹരമായി അതിൻ്റെ അകത്ത് വിചാരിക്കുന്നു. രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഉണ്ടല്ലേ? മാങ്ങ വീഴാൻ പറ്റുന്ന ചില പാട്ടുകളൊക്കെ. എനിവേ, താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. നമുക്ക് നോക്കാം, എല്ലാവരോടും ചോദിക്കാം. മോഹൻദാസ് സാർ പറയാമോ? പറയും. വളരെ നന്നായിരുന്നു. നമ്മളെ മാംകൂട്ടിലേക്ക് കൊണ്ടുവന്നു മാമലം എന്ന് പറഞ്ഞ പോലെ കാറ്റ് കൂടി ഉള്ള ഒരു അനുഭൂതിയായി ആദ്യം ഒരു അനുഷ്ഠാനം വളരെ കൃത്യമായിരുന്നു. അവതരണം ഉണ്ടായിരുന്നു, അത് സീനിങ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും വാക്കുകളൊക്കെ നിൽക്കുന്ന പോലെ ബാലകൃഷ്ണൻ എവിടെയോ അവന് പോയി തോന്നുന്നു. നന്നായിരുന്നു സാർ, സന്തോഷം. ഓക്കെ, ജോഷി സാർ കേൾക്കാമോ? സാർ അൺമ്യൂട്ട് ചെയ്യും. സാറേ, വേറെ ആരെങ്കിലും വേണ്ട? എനിക്ക് കണക്ടിവിറ്റി അത്ര ശരിയല്ല. നല്ല സൗണ്ട് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ലായിരുന്നു. ഈ നയനാർ സാറ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. നയനാർ സാറ് പറഞ്ഞ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ആരെങ്കിലും ആദ്യം പറഞ്ഞു. ഓക്കെ, നമുക്ക് മനോജ് സാറിനെ വിളിക്കാം. മനോജ് സാർ, റോയ് സാർ. മനോജ് സാർ പറയും. എന്തായാലും ഇന്ന് കേട്ട കഥ വളരെ മനോഹരമായിരുന്നു. തകഴിയുടെ കഥകളൊക്കെ നമുക്ക് വായിക്കുന്ന ആ സുഖം, പ്രത്യേകിച്ചും ആലപ്പുഴയും അമ്പലപ്പുഴയും ഒക്കെ നടന്ന എൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും തകഴി പറയുന്നതിന് പ്രത്യേക രീതി തന്നെയുണ്ട്. പല കഥകളിലൊക്കെ ആണെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതായാലും ഈ കഥയിലും അത് വേണം. വളരെ ഒരു കഥയുടെ രീതിയിൽ തന്നെ പറഞ്ഞ് അവതരിപ്പിച്ച് കേട്ടതിലെ ഒരു വലിയ കുറഞ്ഞ സമയം കൊണ്ടൊരു ഒരു സിനിമയുടെ പശ്ചാത്തലം പോലെയുള്ള കഥ അല്ലേ? കുറച്ച് പ്രണയം, ചെറുപ്പകാലം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതെ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് നമുക്കൊക്കെ ഈ പോയ ഒരു 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 ഓർമ്മയായി കഥ കേട്ടപ്പോഴേ. പ്രത്യേകിച്ചും ഈ വെക്കേഷൻ എന്ന് പറയുന്നത് ഈ സമയത്തും കൂടിയാണല്ലോ, ഏപ്രിൽ മെയ്, അതിനിടയ്ക്ക് വരുന്ന മാമ്പഴക്കാലം, അതിൻ്റെ പുറകെയൊക്കെ പോകുന്ന കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരു വലിയ പ്രത്യേകിച്ച് ഈ കാലത്ത് സ്കൂൾ അടയ്ക്കുമ്പോൾ എവിടെയൊക്കെ ഇങ്ങനെയുള്ള ഓർമ്മകൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈ കഥയിലൂടെ അറിഞ്ഞു. പക്ഷെ അത് അവസാനം തുടങ്ങി ഒരു വലിയ സീരിയസ് ജഡ്ജി വരെയായി ബാലകൃഷ്ണൻ, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കഥയും ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ടിട്ട് സാബു സാർ, ഇത് സിനിമ ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഇടയ്ക്കുള്ള കാറ്റും കടലിനെ കുറിച്ചുള്ള പാട്ടും വളരെ വ്യത്യസ്ത ഒരു ചെറിയ ഒരു ഫ്ലാഷ് ബാക്കിൽ കൂടെ വേണമെങ്കിൽ ഇതൊരു സിനിമയാക്കാം. ഇതിനകത്ത് നമ്മുടെ റോയ് സാറൊക്കെ സിനിമയായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. സാറിനൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതിനേക്കുള്ള ഇതിനേക്കുള്ള പശ്ചാത്തലമൊക്കെ ആയിരിക്കും. ഏതായാലും വളരെ മനോഹരമായി ഈ കഥ പറഞ്ഞു. ഒപ്പം നമ്മളെയൊക്കെ
എന്താണ് കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുകയും അതിലെ ഈ പറഞ്ഞ പോലുള്ള എന്താണ് അവധിക്കാലമൊക്കെയാണല്ലോ, അതൊക്കെ പല കാലഘട്ടങ്ങളിൽ കൂടിയുള്ള ഓർമ്മകൾ നമുക്കത് കിട്ടി. വളരെ നന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉഷാ മാഡത്തിന്റെ അതെ. പരിചയപ്പെടുന്നത് വളരെ സന്തോഷം. അപ്പൊ എനിക്ക് കഥകൾ വളരെ സന്തോഷം സാർ. താങ്ക് യു. ഓക്കെ, ഓവർ ടു സാബു സാർ. താങ്ക് യു. തീർച്ചയായിട്ടും ഈ മാമ്പഴത്തിന്റെ അല്ലെ മാവിന്റെ ചോട്ടിൽ എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ഒരു സാഹചര്യം ഇല്ല ഉണ്ടല്ലേ. കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ അവധി വരുമ്പം അതെ. മാമ്പഴം, പശുമാവ് ഇതിന്റെയൊക്കെ ചോടുകളാണ് കൂടുതൽ പ്രിയം. കാറ്റ് വരുന്നതും കാറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ സത്യത്തിൽ അത് ഓർമ്മയിലൂടെ കടന്നുപോയി. റോയ് സാറേ പറയും. ബാല്യകാല ഓർമ്മകൾ അയവിറക്കുന്ന ഒരു കഥ. കാരണം ചെറുപ്പത്തില് എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ കളിച്ചു നടക്കുന്ന അവസരത്തിൽ പല വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ അവസരങ്ങളിൽ മാങ്ങ വീഴുന്നതിന് പകരം ഒതളങ്ങ എടുത്തിട്ട് പറ്റിച്ച ആള്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ നടന്നുപോയി. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കാലം മാറുന്നതനുസരിച്ച് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ശീലക്കുട മേടിച്ചതും ഇംഗ്ലീഷ് പഠിക്കുമെന്ന് പറയുന്നതും എല്ലാം വലിയ ഒരു ഭാവിയെ കാണിക്കുന്ന ചില ഓർമ്മകളാണ് ഈ ബാലനുണ്ടായിരുന്നത്. എന്നാൽ ഈ പാപ്പി എന്ന പെൺകുട്ടി പഴയ കാലങ്ങളിൽ തന്നെ അയവിറക്കി കഴിയുകയാണ്. പക്ഷേ ബാലൻ ഇംഗ്ലീഷ് പഠിച്ചു, ടൗണിൽ പോയി തിരുവനന്തപുരത്ത് ഇന്റർമീഡിയറ്റിന് പഠിച്ചു. അങ്ങനെ കാലത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നപ്പോഴും ഈ പഴയ പാപ്പിയായി തന്നെ വളർന്നു വരികയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോയതും ഒക്കെ വലിയ അത്ഭുതകരമായ ചില സംഭവങ്ങളായിട്ട് പാപ്പിക്ക് ഫീൽ ചെയ്യും. പക്ഷേ അവസാനം 50 വയസ്സുകൾക്ക് മുകളിലുള്ള ജഡ്ജി അവിടെ പരിവാരങ്ങളുമായി ഈ മാവിൻ ചുവട്ടിൽ വന്നപ്പോൾ ശുഷ്കമായ ശരീരവും വെലിഞ്ഞ ഇതുമായിട്ട് കഴിയുന്ന ആ പാപ്പിയുടെ ആ ചെറുപ്പകാലത്തെ ആ എൻജോയ്മെന്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആ അവസരം ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഈ കുട്ടികളായിരിക്കുമ്പോൾ ഓരോരുത്തരിലും ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളെ ഭംഗിയായി വരച്ച് കാണിക്കുന്നതിന് തകഴിയുടെ ഈ കഥയ്ക്ക് കഴിഞ്ഞു. ആ കഥ വളരെ ഭംഗിയായി അവതരിപ്പിച്ച ശ്യാമള മാഡത്തിന് അഭിനന്ദനം. ഓക്കെ. ഓക്കെ, ഇനി ജോഷി സാറിലേക്ക് പോകാം. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ലതിക മാം ഉണ്ട്, സ്നേഹത മാം. ലതിക മാം പറഞ്ഞോളൂ. ഞാൻ ഈ കഥ കേട്ടോണ്ടിരുന്നപ്പം തകഴിയുടെ ചെറുകഥയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എപ്പോഴും തകഴി അദ്ദേഹത്തിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ യുക്തിബോധത്തിന് നിരക്കുന്ന ഇതിവൃത്തമായിരിക്കും എപ്പോഴും. പിന്നെ യഥാർത്ഥ മനുഷ്യരുടെ ഒരു ഛായയും പ്രകൃതിയുമുള്ള കഥാപാത്രങ്ങളും ആയിരിക്കും. നമുക്ക് വിശ്വസിക്കുന്ന രീതിയിലുള്ള ജീവിത ചിത്രണവും ഭാവസൂചകമായ ഒരു അന്തരീക്ഷ സൃഷ്ടി എപ്പോഴും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സംഭവത്തെയോ ഒരു കഥാപാത്രത്തെയോ കേന്ദ്രീകരിച്ചുള്ള വ്യാഖ്യാന ശൈലി, പിന്നെ ജീവിതത്തിന്റെ ആന്തരിക സത്യത്തിലേക്ക് ഉൾക്കാഴ്ച നൽകാനുള്ള ഒരു കഴിവ് തുടങ്ങിയ ഈ എല്ലാം ഈ കഥയിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കുട്ടനാടൻ ശൈലി ആയതുകൊണ്ട് ഞാനാണെങ്കിൽ ആ കഥ കേട്ടോണ്ടിരുന്നപ്പോൾ എന്റെ ചെറുപ്പമായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ചെറുപ്പത്തിലെ കുറെ കൂട്ടുകാരുമായിട്ട് അടുത്ത വീട്ടില് മാവിന്റെ ചുവട്ടില് ആൺപിള്ളേരുടെ കൂടെ ഉള്ള കൂട്ടുകാരെ കൊണ്ട് മാങ്ങ എറിയിക്കുന്നതും അടി വാങ്ങിക്കുന്നതും അമ്മമാരുടെ കയ്യിൽ നിന്ന്, അതൊക്കെയായിരുന്നു ഓർമ്മ വന്നത്. എന്തായാലും ചേച്ചിയുടെ അവതരണ ശൈലി, ഉഷ എന്റെ കൂട്ടുകാരിയാണ്, അവളുടെ ചിറ്റയാണെന്ന് മനസ്സിലായി. അപ്പൊ ചിറ്റയുടെ അവതരണ ശൈലി, ഞാനും ചിറ്റയെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അവതരണ ശൈലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എന്റെ ഒരു അപ്പച്ചിയുണ്ട് ഇങ്ങനെ കഥ പറഞ്ഞു തരുന്ന, മരിച്ചുപോയി, ഇപ്പൊ ഇന്നില്ല. ആ ഒരു ഇതായിരുന്നു ഞാൻ അന്നേരം, ആ ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ട് കഥ അവതരിപ്പിച്ചു. പാപ്പിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. കഥ നേരിട്ട് കേൾക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തന്നത്. നമ്മള് മൈക്കിൽ കൂടെ ആണെന്ന് തോന്നിയില്ല, ലയിച്ചിരിക്കുകയായിരുന്നു.
സത്യത്തില്. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു സാർ, താങ്ക് യു. ഈ താങ്ക് യു. അവസരം കേൾക്കാൻ താങ്ക് തന്നിട്ട്. യു ലതിക. താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു കഥ പറച്ചിലിൽ ഞാനുണ്ടാവും. ഈ കഥ കേട്ടപ്പോൾ കഥ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ആണ് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത കഥ പറച്ചിലിൽ താമസിയാതെ ഉണ്ടാവും. അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സാർ. സാർ അവസരം തന്നാൽ. ഓക്കെ, തീർച്ചയായും റെഡിയായിരുന്നുള്ളൂ. താങ്ക് യു താങ്ക് യു. ലതികയ്ക്കും അലിയാൻറ്റീന്ന് വിളിക്കാം, എന്റെ ചിത്തേന്ന് വിളിക്കാം കേട്ടോ. ലതിക എന്താണ്? ഓക്കെ, താങ്ക് യു ലതിക. ഓക്കെ. പറയട്ടെ സാർ. സ്നേഹലത മാം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ സാറേ, ഒരു സെക്കൻഡ്. അതെ, ഞങ്ങളുടെ ഗ്രാമമാണ് തകഴി. ഞങ്ങൾ ഒരു ഗ്രാമക്കാരാണ്. അവിടുത്തെ ആ ഒരു അനുഭവം പോലെ ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എല്ലാ കഥകളും അങ്ങനെ തന്നെയാണ്. ചെമ്മീനും പുറക്കാട്, അതുപോലെ ഇത് അമ്പലപ്പുഴ എന്റെ സ്ഥലമാണ്. ഈ മാഞ്ചുവട്ടില് ഇതുപോലെ തന്നെ ഞാനും കളിച്ചു വളർന്നതാണ്. അപ്പോ അത് അന്നത്തെ ഒരു അനുഭവം പോലെ. പക്ഷെ എന്റെ അനുഭവം ഇതുപോലെ അല്ല. ഇതിനെക്കാട്ടി എന്ന് പറഞ്ഞാൽ ദുഃഖകരമായ അനുഭവമാണ് എനിക്കുള്ളത്. എൻ്റെ കൂട്ടുകാരൻ ഇതുപോലെ വരാതിരുന്നു അവസാനം ഞാൻ അറിയുന്നു ആ കൂട്ടുകാരൻ ഇല്ലാതായി. അതാണ് എൻ്റെ അനുഭവം. ആ കഥയൊക്കെ ഞാൻ ഓർത്തു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ആ കഥ അവതരിപ്പിക്കാം. തകഴിയുടെ കഥയുടെ മുമ്പ് എൻ്റെ കഥ ഒന്നുമല്ല, എന്നാലും എൻ്റെ അനുഭവം ഞാൻ ഒരു ദിവസം അവതരിപ്പിക്കുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ജോഷി സാർ പറയും. ശ്യാമള ദാസ് വളരെ ഇക്കാര്യം അവതരിപ്പിച്ചു എന്ന ഈ പ്ലാറ്റ്ഫോമിനോട് ആകർഷകയായി ഇവിടെ ഒരു കഥ പറയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ അപ്രീസിയേഷൻ പറഞ്ഞു. ലതികയും തകഴിയുടെ നാടിനടുത്തൂടെ സ്നേഹലതാമാം തകഴിക്ക് ഏറ്റവും അടുത്ത് ഒക്കെ ജീവിക്കുന്ന ആളുകൾ. ഞാനൊരു കുട്ടനാട്ടുകാരനായതുകൊണ്ടും തകഴിയെ ഇഷ്ടപ്പെടുന്നു, വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ പോലും തകഴി പ്രശസ്തനും ലോകം അംഗീകരിക്കുന്ന സാഹിത്യകാരനുമാണ്. അദ്ദേഹത്തിന്റെ ആഖ്യാനം നാടൻ മനുഷ്യന്റെ നാട്ടും പുറത്ത് നടക്കുന്ന കുഞ്ഞു കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതിലൂടെ ചില തത്വങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നു, ചില വിമർശനങ്ങൾ എഴുതപ്പെടുന്നു. ഇതൊക്കെ തകഴിയുടെ കഥകളുടെ പ്രത്യേകതയായി കാണാൻ പറ്റും. ഇവിടെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ചെറുപ്പം എന്ന് പറയുന്നത്. ബാല്യകാലത്തെ ഓർമ്മകളാണ് എല്ലാവർക്കും എപ്പോഴും സന്തോഷത്തിന്റെ ഉച്ചസ്ഥായിയിൽ പറയാനുള്ളത്. പള്ളിക്കൂടത്തിൽ പോയതും പള്ളിക്കൂടം വിട്ടു വന്നതും ഓടിക്കളിച്ചതും മറ്റു വീടുകളിലൊക്കെ പോയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ വേറെ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട്. മാവിൻ ചുവട്ടിൽ മാങ്ങ പെറുക്കാൻ പോകുന്നതും മാങ്ങ പറിക്കുന്നതും മാവിൽ കയറുന്നതും മാവിൽ ഊഞ്ഞാല് കെട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി കഥകൾ. ഇവിടെയും വലിയൊരു മനുഷ്യനായി തീർന്ന കുഞ്ഞുകുട്ടിയുടെ കഥയാണ് നമ്മളിവിടെ അവതരിപ്പിച്ച് കേൾക്കുകയും എത്ര മനോഹരമാണെങ്കിലും അവതരിപ്പിക്കുന്നതിലുള്ള പ്രത്യേകതയും കഥയുടെ പ്രാധാന്യം അർഹിക്കുന്ന സംഗതിയാണ്. ആ അർത്ഥത്തിലാണ് നമ്മുടെ ഉഷ ടീച്ചറിന്റെ ഏറ്റവും സ്വന്തമായ അമ്മയുടെ അനുജത്തി എന്ന് പറയുമ്പോൾ ഇതിൽ ആരാണ് ചേർത്തി അനിയത്തി എന്ന് പോലും തോന്നിപ്പിക്കത്തക്ക തരത്തിൽ അത്രമാത്രം വളരെ ചെറുപ്പമായി തന്നെ ഈ കഥ അവതരിപ്പിക്കും. അതുകൊണ്ട് ഈ ശ്യാമളാദാസിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആനയിച്ച ഉഷ ടീച്ചറിനും ശ്യാമളദാസിന്റെ കഥ കേട്ടിട്ട് ഈ പ്ലാറ്റ്ഫോമിനോട് ആകർഷണം തോന്നിയ ലതിക ഷാജി പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒത്തിരി നാൾ കൂടിയിരുന്നാണ് ലതികയുടെ ശബ്ദം കേട്ടത്. സന്തോഷം. അപ്പോൾ ഈ കഥയിലൂടെ
നമ്മുടെയും ബാല്യകാലത്തെ കുറച്ചുകൂടെ ഓർമ്മയിൽ കൊണ്ടുവരുവാനും ആ ഓർമ്മയുടെ ഓളങ്ങൾ നമ്മളിലും ചില അലയൊലികൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ സന്തോഷം. അത് മനോജ് സാറ്, റോയ് സാറ് ഒക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തു. എല്ലാ മംഗളങ്ങളും ഇനിയും വരണം. കൂടുതൽ കഥകളുമായിട്ട് നമുക്ക് കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ. ഒരു കുട്ടനാട്ടുകാരനും കൂടെ ഉണ്ട്, രാജു സാർ. ഓർമ്മയുടെ തീരങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ പേരുണ്ട്. ഓർമ്മയുടെ തീരങ്ങൾ അതിനെ അനുസ്മരിപ്പിക്കുന്നതായ കഥയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ തീരങ്ങൾ കൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. ഈ മാഞ്ചുവട്ടിൽ നിന്ന് അറിയാം, ഫേമസ് ആയിട്ടുള്ള പാട്ട് കൊണ്ടുപോകൂ ഈ മാഞ്ചുവട്ടിലെ ഓർമ്മ പാട്ട് തുടങ്ങുന്ന നമ്മുടെ സിയോന്റെ പാടുന്ന പാട്ടുണ്ടല്ലോ, ഓർമ്മകളെ മഞ്ചൽ മാഞ്ചുവട്ടിൽ നോവലുകളാണ് നമ്മുടെ തകഴി എഴുതിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം അതിനേക്കാൾ നല്ല ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും നല്ല ചെറുകഥ എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ്. വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചതായ കുട്ടനാട്ടിലെ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥയാണ്. അതുപോലെ തന്നെ ഇത് വളരെയധികം ഗൃഹാതുരത്വം അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ നടത്തുന്നതായിട്ടുള്ള ബാല്യകാല അനുഭവങ്ങൾ നമ്മളെ കൊണ്ടുവരുന്നതായിട്ടുള്ള കഥയാണ്. വളരെ ഭംഗിയായിട്ട് കമലാദാസ് അല്ല, നമ്മുടെ ശ്യാമളാദാസ്, കമലാദാസ് എന്ന പേരാ വരുന്ന മാധവക്കുട്ടിയുടെ. ഇനി ഒരു പുതിയ ഊഴമാണ് അല്ലേ, കമലാദാസ് പെരുമ്പാവൂർ. വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഈ ആലപ്പുഴ തിരുവല്ല റോഡിനെ കുറിച്ച് അതാണ് ആക്ച്വലി ഞാൻ അതിൽ കൂടി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം എൻ്റെ ഭാര്യയുടെ വീട് ആലപ്പുഴയാണ്, എൻ്റെ വീട് തിരുവല്ലയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയാറില്ല. അവിടെ അത് സഞ്ചരിക്കുമ്പോൾ ഈ തകഴിയിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിന് മുന്നിൽ കൂടെയാണ് പല പ്രാവശ്യം അവിടെ കയറിയിട്ടുണ്ട്. അവിടെ അതൊരു സ്മാരകമായി ആക്കിയിട്ടുണ്ട്. അവിടെ കയറിയ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങളൊക്കെയും വിസിറ്റ് ചെയ്യുന്ന നല്ല കാര്യമാണ്. നല്ലൊരു അനുഭവമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുകയാണ്. ഈ നല്ല കഥയെ അവതരിപ്പിച്ചതായിട്ടുള്ള ശ്യാമളാദാസ് മേഡത്തിനെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വളരെ നന്ദി. ഓക്കെ, ഇനി ദീപ്തി മാം പറയൂ, ജോർജ് സാർ പറയൂ, വിൻസെന്റ് സാർ, ശുദ്ധോദനൻ ഡോക്ടർ. യെസ് ദീപ്തി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരിക്കും എല്ലാവർക്കും ആദ്യം ഞാൻ എന്റെ മനസ്സ് നിറഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉഷ മാമാണ് ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഞാൻ വരാനുണ്ടായ കാരണം. താങ്ക് യു സോ മച്ച് ഉഷ മാം. ഇന്ന് നല്ലൊരു കഥ കേൾക്കാൻ ഇടയുണ്ടായതിന്. ഞാൻ ബോൺ ആൻഡ് ബോട്ട് ചെന്നൈ ആയ കാരണം ഇതുവരെയായിട്ടും മലയാളം സ്റ്റോറീസ് ഒന്നും കേൾക്കോ വായിക്കോ ഒന്നും ചെയ്തിട്ടില്ല. So this is the first time I'm listening to the story. It was really executed very well. Thank you so much, ma'am. You narrated it very well. And ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിഷ്വലൈസേഷനിലേക്ക് ഞാനും എത്തുക ചെയ്തിരുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സാബു സാർ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. കഥയുമായിട്ടൊക്കെ റെഡി ആയിട്ട് വരിക. Oh, sure, sir, sure. Thank you. ഗോകുമാർ സാർ, വിൻസെന്റ് സാർ, ജോർജ് സാർ എന്ത് ചെയ്യും? സുധാകരൻ ഡോക്ടർ കഥ കേട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല സാർ, എനിക്ക് വലിയ നഷ്ടബോധമുണ്ട്. കാരണം ഞാൻ വീടെത്താൻ വൈകി ഓടി. ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും പേരെ രസിപ്പിച്ച കഥ അവസാനിച്ചല്ലോ എന്നുള്ള സങ്കടം. അപ്പോൾ എന്തായാലും ഈ മാഞ്ചുവടന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ബാല്യകാലവും കളിയും പിന്നെ കൂട്ടുകാരിയും ഒക്കെ മനസ്സിൽ വരുന്നൊരു ഇതാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് മാഞ്ചുവടൊന്നും അറിഞ്ഞുകൂടാ. അത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു മധുരാനുഭവം നമ്മളൊക്കെ ആസ്വദിച്ചതാണ്. ഇപ്പോഴത്തെ പിള്ളേർ മാങ്ങയും മാമ്പഴവും ഒന്നും ഇഷ്ടം അല്ല അവർക്ക്. അവർ മാഞ്ചുവട്ടിൽ പോകാറുമില്ല. ഒരു അങ്ങനെയൊക്കെയുള്ളൊരു തലമുറയാണ്. എന്തായാലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഞാനത് സംഘടിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. നല്ല കഥ ആഖ്യാനമായിരുന്നു എന്നൊക്കെ ഇവരൊക്കെ രസിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്ന കേട്ടപ്പോൾ എനിക്ക് നഷ്ടബോധമുണ്ട്. അപ്പോൾ
റെക്കോർഡ് റെക്കോർഡ് കേൾക്കാം. എന്നാലും ഇത് ഈ ചൂടോടെ കേൾക്കുകയും ആ ചൂടോടെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇത് ഇത്രയും മുതിർന്നവരെ മാഞ്ചുവട്ടിലേക്കൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. അത് വളരെ മനോഹരമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നഷ്ടപ്പെട്ട പോയ മാഞ്ചുവടെന്ന് ഞാൻ വേണമെങ്കിൽ ആ കഥയ്ക്ക് എന്റെ ആസ്വാദനത്തിന്റെ തലക്കെട്ട് കൊടുക്കാം. താങ്ക് യു. ഈ ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് സാധാരണ മാവ് എറിഞ്ഞ് മാങ്ങ വീഴ്ത്താൻ പറ്റുന്ന മാവുകളാണ് പൊതുവെ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും എറിഞ്ഞാൽ കല്ലെത്താത്ത രീതിയിലുള്ള അത്ര ഉയരത്തിലുള്ള ഒരു മാവാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഒരിക്കൽ പോലും അപ്പൊ കാറ്റേവ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ഇല്ലാതെ അവിടെ മാങ്ങ താഴെ വീഴത്തില്ല. അത്രയ്ക്ക് അതൊരു വലിയ ലാൻഡ്മാർക്ക് പോലെ. ഇപ്പൊ ഇല്ല, മാവ് വെട്ടിക്കളഞ്ഞു. അവരെ ടീച്ചർ പറയും. താങ്ക് യു സർ. എനിക്ക് ഇതെല്ലാം അവിടെ കാണുമ്പോൾ ഭയങ്കര അസൂയ തോന്നുന്നു. എൻ്റെ പേരൻസ് രണ്ടുപേരും വീട്ടിലെ ഏറ്റവും ഇളയതാ. അപ്പൊ അവർക്ക് അതിൻ്റെ താഴെ ആളുകളില്ല. അപ്പൊ എനിക്കിങ്ങനെ അവസരങ്ങളില്ല. പിന്നെ ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മളെല്ലാരും ഒരു എന്താ പറയാ, അവസാനത്തെ കണ്ണിയാണ് ഈ മാവിൻചോട്ടിൽ പോയിട്ടുള്ള, അല്ലെങ്കിൽ മാവിൻചോട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും അവസാനത്തെ കണ്ണിയായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേര് മാളിലല്ലേ പോകുന്നത്. മാളിൽ പോയി വിഷമുള്ള മാങ്ങ എടുത്ത് കയ്യെ വിഷം പറ്റിച്ച് അല്ലാതെ ഒറ്റൊരവസ്ഥയിലാണുള്ളത്. അപ്പൊ അവർക്ക് പക്ഷെ ഇതൊന്നും വലിയ താല്പര്യവും കാണിയില്ല. അവർക്ക് അതായിരിക്കും താല്പര്യം. കാശ് കൊടുത്താൽ കിട്ടാത്ത ഒന്നും ഇല്ലല്ലോ ഇപ്പം. അപ്പം നമ്മളാണ് ലാസ്റ്റ് കണ്ണികൾ എന്ന് എനിക്ക് തോന്നുന്നു. മാവ് എന്താണ്, മാവിന്റെ ചുവട് എന്താണ്, പിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മാവുകളാണല്ലോ നമ്മുടെയൊക്കെ അവിടെ നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് വിചാരിക്കുന്നത്. പക്ഷെ വലിയ മാവിൻ തോട്ടത്തിൽ നിന്ന് വരുന്ന വിഷമുള്ള മാങ്ങയാണല്ലോ ഇപ്പോഴും മാളിൽ വരുന്നത്. ആ മാവിൻ തോട്ടവും ഓരോ മാവിന്റെ ചുവട്ടില് പിള്ളേർ കളിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാം വ്യത്യാസപ്പെട്ടു പോയി. ഇനി അതുകൊണ്ട് എല്ലാവരെയും ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ നല്ല തന്മയത്വമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അവതരണ ശൈലിയും വളരെ നന്നായിരുന്നു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം ഉഷമ്മ ഉണ്ടാക്കി കൊടുത്തതും സാബു സാർ അനുവദിച്ചതും ഒക്കെ നല്ലതായി പോയി. താങ്ക് യു മാം. താങ്ക് യു സാർ. ഞാൻ രാവിലെ നമ്മുടെ മോഹൻദാസ് സാറിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴാണ് ഒരു ടൈപ്പിംഗ് വരുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് നടന്നത്. പിന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരിക്കലും കത്തി ഉപയോഗിച്ച് മാങ്ങ തിന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കുന്ന അങ്ങനെ അത്രയ്ക്കും ഒരു രീതിയായിരുന്നു. ഓക്കെ, ഗോപാൽ സാർ പറയും. നമസ്കാരം. എന്നെ വളരെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയി. ചെറുപ്പത്തില് അടുത്തുള്ള വീട്ടിലെ കുട്ടികളെയൊക്കെ കൊണ്ട് മാങ്ങ പറിക്കാൻ പോകുന്നതും അവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്, ഇക്കാറ്റും കാറ്റല്ല ചെങ്കാറ്റും കാറ്റല്ല തുർവേലിക്കുന്നിലെ കാറ്റേവ, ആ രംഗത്തേക്ക് ഇപ്പം എന്നെ കൊണ്ടുപോയി. അല്പം സ്പീഡായിരുന്നെങ്കിൽ നദർലമായിരുന്നു. ഇപ്പം സ്പീഡ് കൂട്ടി പോയി. ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങള്, ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ഈ വീട്ടിൽ കാര്യമില്ലാതെ പിണങ്ങിയിട്ട് മാങ്ങ പറിച്ചിട്ട് മാങ്ങ കൊത്തി അരിഞ്ഞ് ഉപ്പും മുളക് പൊടിച്ചിട്ട് അവര് തിരുന്ന ഒരു പരിപാടികളായിരുന്നു. വീട്ടിൽ പിണങ്ങിയിട്ട് ആഹാരം കഴിക്കാതെ ഇത് മാത്രം കഴിച്ചു നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഇത് കഴിക്കാൻ വേണ്ടിയാണ് പിണങ്ങുന്നത്, ഒന്നുമല്ല. നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. പുതിയൊരു അനുഭവം കൂടെ കിട്ടി അല്ലെ? അതെന്താ, മാങ്ങ ഉപ്പും മുളക് ഇട്ട് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പിണങ്ങി നടക്കുക. അത് കൊള്ളാം. ഓക്കെ, ജോർജ് സാർ. ജോർജ് സാർ ഒത്തിരി താങ്ക് യു സാർ. ആ ഉഷമാമനും ശ്യാമള മാമനും പ്രത്യേക അഭിനന്ദനം കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. അപ്പൊ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കൂടെ ഓടിയത് വേറൊരു സന്ദർഭത്തിൽ ഒരു പാട്ടുകാരൻ പാടിയല്ലോ, മലർമഞ്ചൽ കൊണ്ടുവരൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അതിന്റെ തുടക്കമൊക്കെ വിട്ടുപോയി പെട്ടെന്ന്. എന്തായാലും ആ രംഗമായിരുന്നു ചെറുപ്പം മുതലേ നമ്മളും ഉണ്ണിമാങ്ങ പരുവം മുതല് മാമ്പഴം പറക്കി നടന്ന ആ കാലങ്ങളെല്ലാം മനസ്സിൽ കൂടെ ഓടി വന്നു. അത് ആർക്കാ ഓർക്കാൻ കഴിയാതിരിക്കുക.
എന്തെല്ലാം പൊട്ടനെ പിടിച്ച് വഴിപാട് അതിനെ നേർച്ചയൊക്കെ ഇടും മാവിൻ്റെ വീട്ടില്. എന്താ ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കുന്നേ ഉള്ളൂ, വ്യക്തമായ ഓർമ്മകളില്ല. എന്തായാലും രസകരമായ അവതരണമായിരുന്നു, നല്ല ഭംഗിയായി ആസ്വദിക്കാനുണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് എൻ്റെതായ ചില ഡിസ്റ്റർബൻസ് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വരാതിരുന്നത്. ഞാൻ മുഴുവൻ കേട്ടു. ഗംഭീരമായിരിക്കുന്നു, വളരെ നന്ന്. എന്തായാലും ഒരു പുതിയ പാർട്ടിസിപ്പന്റിനെ കണ്ടെത്തിയ ഉഷ മാമിന് പ്രത്യേകം അഭിനന്ദനം ഒരിക്കൽ കൂടെ പറയുന്നു. ഇനി സ്ഥിരമായി നമുക്ക് ഇത്തരം കഥ കേൾക്കാൻ, കഥ പറയാൻ ഒരാളെ കൂടെ കിട്ടി എന്നുള്ളത് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ ഒരു ചോദ്യമാണ്. നമ്മള് ഇപ്പം ഈ പറയുന്ന വിഷ്വലൈസേഷനിലൂടെ നമ്മളെ കൊണ്ടുപോയ ആ മാഞ്ചോട്ടിനെ ഒന്നും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ഓർക്കുക. മാഞ്ചോട്ടിനെ ചുറ്റും മധുരിക്കുന്ന നടക്കാൻ. ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. മധുരിക്കുന്ന ഓർമ്മകളാണ്. താങ്ക് യു. ജോർജ് സാറിന് വേണ്ടിയിട്ട് ആ വരികൾ പാടി. അന്ന് പാടൂ, ആർക്കെങ്കിലും അറിയുമെങ്കിൽ. അല്ല, അറിയുമെന്നല്ല. മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ഓക്കെ, ലതിക നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. താങ്ക് യു ലതിക. പാട്ടുകാരിക്ക് അവസരമുണ്ട്. അതെ, തീർച്ചയായിട്ടും. പ്ലാറ്റ്ഫോം കൂടുതൽ സമ്പന്നമാവട്ടെ, റിച്ച് ആവട്ടെ, എല്ലാവരും വരും. അല്ല, ഇതെല്ലാം നമ്മളുടെ സെൽഫ് പവർ ആണ്. നമുക്ക് അത് റിസോഴ്സുകൾ, നമുക്ക് ആർക്കാണ് റിസോഴ്സ് ഇല്ലാത്ത? എല്ലാവർക്കും റിസോഴ്സ് ഉണ്ട്. റിസോഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേദികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതിനകത്ത് വേറെ സാഹചര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ പറയാറ്, നമ്മളിപ്പോൾ ആഴ്ചയിൽ 7 ദിവസമായി പോയി. 7 ദിവസം പോരാ ഒരാഴ്ചയിൽ. അതിന് ഒരു 10-12 ഒക്കെ ദിവസം ഉണ്ടെങ്കിലേ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ പെൻഡിങ് ഒത്തിരി കാര്യങ്ങൾ. ഓക്കെ, വിൻസെന്റ് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. സാറിന് മാഞ്ചോടൊന്നും ഇല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. വളരെ നൊസ്റ്റാലജിക് ആണ്, അവധിക്കാലമാണ്. മാവിൻ്റെ മാവൊക്കെ മാറി ഇപ്പം എന്താ പറയുന്നത്, റബ്ബറുകളാകുന്ന കാലഘട്ടമാണ് അല്ലേ? ആ ഒരു സീസണിലെ മാവൊക്കെ വെട്ടി മിക്കവാറും അല്ലേ ജോർജ് സാറേ? റബ്ബർ മാറ്റിക്കൊണ്ടിരിക്കുക, റബ്ബർ വെട്ടുന്നവരാരും അല്ലല്ല, അങ്ങനെയല്ല. മാവിന്റെ സമയത്ത് മാറിയത്. അതെ അതെ. എനിക്ക് മാഞ്ചോട് മാത്രമല്ല സാറേ, പുളിഞ്ചോടും ഉണ്ടായിരുന്നു അവിടെ. ഈ പാലക്കാട് സൈഡിലൊക്കെ ഒരുതരം പുളിമരം ഉണ്ട്. എന്ത് പുളിയാണ് അതിന് പറയണേ? നമ്മുടെ ഇതല്ല, കുടംപുളിയല്ല, വേറെ നീളത്തിലുള്ള പുളിയില്ല. വാളംപുളി. ആ പുളിമരമൊക്കെ ഞങ്ങൾ അവിടെ ഒക്കെ മാവും ഉണ്ട്, ഇതുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഓർമ്മകൾ കുറെ ഉണ്ട്. ഓർക്ക പറഞ്ഞാൽ ഇവിടെ പറ്റില്ല, ഇവിടെ വീട്ടിലിരുന്ന് പറയാൻ പറ്റില്ല ഓർമ്മകള്. നല്ല കഥയായിരുന്നു. അത് കേട്ടിട്ടുണ്ട്. ജോർജ് സാർ പറഞ്ഞ പോലെ പാട്ടിന്റെ ഓർമ്മ വരണത്, അത് പാട്ട് ചൂടത് കേൾക്കുമ്പോൾ തന്നെ പാട്ടിന്റെ ഓർമ്മയായിരുന്നു ആദ്യം വന്നത്. എനിവേ നല്ലതായിരുന്നു, നല്ലതാ കഥ മാഡം. കൺഗ്രാറ്റ്സ്. Thank you, sir. Thank you so much. Thank you, sir. ബാബു സാറ് നമ്മുടെ ഓഫ് സ്ക്രീനായോ? സാറിന്റെ സ്ക്രീൻ കാണാം. ഇനി നമ്മുടെ മധുരിക്കും ഓർമ്മകളെ കുറിച്ചുള്ള പാട്ട് ഇവിടെ ആരാണ്? നമ്മുടെ രാജു സാറാണ് ആദ്യം അത് ഓർമ്മിപ്പിച്ചത്. പിന്നിപ്പം ജോർജ് സാറ് അതേറ്റ് പിടിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി എഴുതിയ വേറൊരു പാട്ടുണ്ട്, മാമ്പൂ വിരിയുന്ന രാവുകളിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ലളിതഗാനമാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസ് പണ്ട് കാലത്ത് ഈ LP റെക്കോർഡ് ചെയ്തതാണ്. മാമ്പൂ വിരിയുന്ന രാവുകളിൽ, മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂതേടി പോയി, ആരും കാണാത്ത പൂതേടി പോയി എന്നൊരു പാട്ടുണ്ട്. പഴയ പാട്ടാണ് അത്. സിനിമയിലെ പാട്ടൊന്നുമല്ല, അത് ഒരുപാട് ലളിതഗാനങ്ങൾ പണ്ട് ഇറങ്ങുമായിരുന്നു. ഈ നമ്മുടെ അതിനകത്ത് ശ്രീകുമാരൻ തമ്പിയാണ് കൂടുതൽ ഈ LP റെക്കോർഡ്, HMV എന്ന് പറഞ്ഞൊരു ഒരു റെക്കോർഡ് ഇറങ്ങുമായിരുന്നു പണ്ട്.
ഒരുപക്ഷെ റോയ് സാറിനൊക്കെ അത് അറിയായിരിക്കും. സിനിമാ തിയേറ്ററിലൊക്കെ വെക്കുന്ന HMV റെക്കോർഡ്സ് ആയിരുന്നു അതിന്റെ മാസ്റ്റേഴ്സ് വോയിസ്. എക്സാക്ട്ലി അത് തന്നെ. അപ്പോൾ അതിൽ കൂടെ അതെ, അത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ പഴയകാല രീതികളാണ്. അതിന്റെ ക്വാളിറ്റി കേൾക്കുമ്പോൾ തന്നെ വളരെ. അപ്പോൾ ആ പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഈ മഞ്ചോട്ടിലെ കഥ കേട്ടപ്പോൾ. പിന്നെ ഈ കഥയിലെ എല്ലാ എലമെന്റ്സും ഉണ്ടെന്നുള്ളതാണ് അല്ലേ. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മാമ്പഴക്കാലം, വെള്ളപ്പൊക്കം, കൗമാരപ്രായത്തിലെ പ്രണയം അതില്ലാത്ത എലമെന്റ്സ് ഒന്നുമില്ല, എല്ലാം വന്നിരിക്കുന്നത്. അതാണ് തകഴിയുടെ. അതുപോലെ തന്നെ ഇപ്പോൾ രാജു സാർ പറഞ്ഞപ്പോഴാണ് തിരുവല്ല ആലപ്പുഴ റോഡിൽ പോകുമ്പോഴുള്ള കുട്ടനാടിന്റെ മനോഹാരിത എന്ന് പ്രത്യേകിച്ച് പറയണം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും ഉണ്ട്, എങ്കിലും ഈ റോഡിൽ കൂടെ പോയാലും അത് വളരെ അതിന്റെ മനോഹാരിതയൊക്കെ അറിയാൻ പറ്റും. അതുപോലെ കഥ അവസാനിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. കഥാനായികയുടെ ഒരു വല്ലാത്ത അവസ്ഥ, നായകൻ ജഡ്ജിയായി എല്ലാ എലമെന്റ്സും വന്നിരിക്കുന്നു ഈ കഥയിൽ. കേട്ട് കഴിഞ്ഞപ്പോൾ പല തരത്തിലുള്ള എന്താണ് ഒരു 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 ബാല്യകാലം തുടങ്ങി അല്ലേ, ഒരു അവസാന കാലം വരെ 55 വർഷം 4 സംവത്സരങ്ങളിലെ കാലഘട്ടത്തിലൂടെ പെട്ടെന്ന് കൊണ്ടുപോയി. ഓക്കെ, താങ്ക് യു. നല്ലൊരു ഓർമ്മയായി, നല്ല ദിവസമായി ഇന്ന് സാബു സാറേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് വീണ്ടും കാണാം. സി യു. ശ്യാമളദാസ് മാം, വളരെ സന്തോഷം. അപ്പൊ തീർന്നില്ല. സാധാരണ നമ്മൾ പറയുമ്പം കഥ പറഞ്ഞ ആള് കഥയെക്കുറിച്ച് പറയാറുണ്ട്, അതോട് പറയും. ഈ കഥ വായിക്കുമ്പം നമ്മുടെ കണ്ണിന് ഈറിനണിയിക്കുന്ന അവസാനത്തെ ആ വാചകം സാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളെല്ലാവരുടെയും ഒരു തുള്ളി കണ്ണുനീര് വരും. ശരീരമാകെ ഞൊറിഞ്ഞ കേവലം മസ്തികൂടമായ ഒരു രൂപം അദ്ദേഹത്തെ നോക്കി ഉള്ളു കുളിർക്കെ ചിരിക്കുന്നു. ആ വായിൽ ഒരു പല്ലില്ല. ജഡ്ജി സൂക്ഷിച്ചു നോക്കി. അപ്പൊ ഞാൻ ആഗ്രഹിച്ച എന്താന്ന് വെച്ചാല് ബാലകൃഷ്ണൻ ഈ പാപ്പിയെ കൂടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നാ ഞാൻ ആഗ്രഹിച്ചു പോയത്. അതിതിൽ സംഭവിച്ചില്ലല്ലോ എന്ന് എനിക്ക് വളരെയേറെ വിഷമം തോന്നി. നമ്മുടെ കണ്ണിനെയൊക്കെ ഒന്ന് ഈറനടിയിക്കും ആ വാചകം വായിക്കുമ്പോൾ. ക്ലൈമാക്സ് എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. ബാലകൃഷ്ണൻ നാഗരികതകളിലൊക്കെ പോയി, തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി, അവിടെ നിന്ന് ലണ്ടനിൽ പോയി, അപ്പോഴത്തേക്ക് ഈ പഴയ കൂട്ടുകാരിയെ മറന്നുപോയി. അതാണ് സന്ദർഭം. അതെ അതെ. പക്ഷെ അത് ഈ പഴയ കൂട്ടുകാരി എന്ന നിലയില് ബാലകൃഷ്ണൻ എന്തെങ്കിലുമൊക്കെ രീതികൾ ഉള്ളതായിട്ട് അതിൻ്റെ അകത്ത് വരുന്നില്ല അല്ലേ? വരുന്നുണ്ടോ? എന്നുവെച്ചാൽ ഈ കൂട്ടുകാരിക്ക് ഉണ്ടായിരുന്നത് പോലെ തിരിച്ച് ബാലകൃഷ്ണൻ അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് കഥയിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അവര് ഇവിടെ കണ്ടുമുട്ടുമ്പം അവളത് കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട്, അമർത്തി പിടിക്കുന്നുണ്ട്. അപ്പൊ അത് അവൾക്കൊരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടാവും. അതെ, അവക്കുണ്ട്. പക്ഷെ തിരിച്ചത് പ്രതീക്ഷയാണല്ലോ മുഴുവൻ. അതെ, പക്ഷെ എന്നാലും നമ്മൾ വായനക്കാരൻ ആഗ്രഹിച്ചു പോകും അവസാനം വരുമ്പോ അല്ലേ? അങ്ങനെയല്ല, ചില കഥകളിലെ ഇപ്പൊ നമ്മള് മറ്റ് മാർഗങ്ങളില്ലാതായി പോയി, എനിക്ക് വിദേശത്ത് പോകേണ്ടി വന്നു, അവിടെ പഠിക്കേണ്ടി വന്നു, അപ്പൊ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ മനസ്സില് അങ്ങനെയാണല്ലോ സിനിമകളുടെ ക്ലൈമാക്സ് അവസാനം വരുമ്പോഴത്തേക്കും ഇവളായിരുന്നു നല്ലത് എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു അങ്ങനത്തെ ഒരു ഇത് അത് അതിൻ്റെ അകത്ത് കൃത്യം കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എക്സ്ക്യൂസ് പറയേണ്ട ഒരു അവസരം ഉണ്ടായില്ല, രീതിയിൽ ഒരു പ്രതീക്ഷ കൊടുത്തില്ല. എന്നാലും ബാല്യകാലത്തെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ അവര് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചു പോകും ഇവര് ഒരുമിച്ചായിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകും. കഥാപാത്രത്തോട് താതാത്മ്യം. പിന്നെ കഥയില്ലല്ലോ അല്ലേ? അതെ അതെ അതെ. മനോജ് സാറേ എന്തോ പറയാൻ വന്നായിരുന്നു? ബാലകൃഷ്ണൻ ഇഷ്ടമായിരുന്നു എന്നുള്ളൊരു ധ്വനി ഇടയ്ക്ക് കഥാകാരി പറഞ്ഞിരുന്നു. ചെറിയ ഇഷ്ടം ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതിന്റെ രംഗങ്ങളാണ് 1-2 ഇടത്ത് പരാമർശിച്ചിട്ടുമുണ്ട്. ബാലകൃഷ്ണൻ ഇഷ്ടമായിരുന്നു, പക്ഷെ സാഹചര്യങ്ങൾ കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്തോ സംഭവിച്ചിരിക്കുന്നു ബാലകൃഷ്ണൻ. അത് ഒരുപക്ഷെ അത് ഇഷ്ടമായിരുന്നെങ്കിലും പുതിയ എന്താണ് വിവാഹം വന്നപ്പോൾ അതിൽ നിന്നും പെട്ടതാണോ, അല്ലെങ്കിൽ പലതും സംഭവിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഈ ഇദ്ദേഹത്തിന് ഇഷ്ടമായിരുന്ന ഒരു കാര്യം അത് പോയതാണോ, ഇതൊക്കെ
തകഴി നമ്മളിൽ ഉണ്ടാക്കുന്ന ഓരോ ചോദ്യങ്ങളാണ്, അതാണ് എപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മള് പക്ഷേ എന്ന് പറഞ്ഞൊരു സിനിമ ഓർക്കുന്നത്, പക്ഷേ അതെ അതെ അതെ. ഭയങ്കര അവിടെ ലോജിക് ഉണ്ടല്ലോ, ഭയങ്കര ലോജിക്, ഭയങ്കര തീർച്ചയായിട്ടും സാർ, അതാണ് ഫാമിലിയുടെ ആ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രാതിനിധ്യം, അവർക്ക് അവരുടെ ആവശ്യകത, ഫാമിലിയോട് ചേർന്ന് പോകേണ്ട ഒരു ആവശ്യകതയിൽ ചേരുന്നതും വീണ്ടും പിരിയുന്നതും വീണ്ടും കണക്ട് ചെയ്യുന്നതും ഒക്കെ എല്ലാം അത് ഭയങ്കര നമ്മൾ രസകരമായ എത്രമാത്രം, അതെ, നമ്മുടെ മനസ്സിനെ ഒത്തിരി ഒരുപാട് വർഷങ്ങളോളം ഒരുപക്ഷെ ആ ഒരു മുറിവ് നമ്മള് പ്രേക്ഷകരിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവരനുഭവിച്ച കഥാപാത്രങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന, ആ ഒരു സന്ദർഭത്തിൽ അവരനുഭവിക്കുന്ന സ്ട്രെസ്, അതൊക്കെ സമ്മർദ്ദമൊക്കെ വളരെ അതാണ് കഥ. ചില ഇംഗ്ലീഷ് കഥകളിലൊക്കെ, ഇംഗ്ലീഷ് നോവലുകളിലൊക്കെ ഇങ്ങനെ ഒരു പരസ്പരം ഇങ്ങനെ ഒരു ചേരായ്ക വരുമ്പോ കഥാകാരന്മാര് 2 ക്ലൈമാക്സ് പറയാറുണ്ട്, ഒന്നിലെ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പം വായനക്കാർക്ക് കുറച്ചുകൂടി ഒരു സംതൃപ്തി നൽകുന്ന ക്ലൈമാക്സ് ഏതാണോ അതും കൂടി ഇവര് ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ചില കഥകൾ, നോവലുകൾ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷെ ഇവിടെ തകഴി എന്ന് പറയുന്ന ഒരു അനശ്വര മാന്ത്രിക എഴുത്തുകാരൻ തൂലികയിൽ നിന്ന് ആ ഒരു മനസ്സോട് ചേർന്ന് നിൽക്കുന്ന, അതായത് കുട്ടനാടിന്റെ മണ്ണിനോടും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടുമാണ് അദ്ദേഹം ഏറ്റവും അധികം അടുപ്പം പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ചെമ്മീൻ എന്ന ചെറിയ കഥ, അതായത് മലയാളത്തെ വിശ്വസാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച നോവലുകളാണ് ചെമ്മീൻ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. കയർ എന്ന നോവലാണ് വയലാർ അവാർഡ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ്, പിന്നെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ 3ാമത്തെ ബഹുമതിയായ സിവിലിയൻ അവാർഡ്, അതായത് പത്മവിഭൂഷൺ അവാർഡ് എന്നിങ്ങനെ രാജ്യം അദ്ദേഹത്തിന് നൽകാവുന്നത്ര ബഹുമതികൾ നൽകിയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അനശ്വരനായ ആ ഒരു വലിയ കഥാകാരന് മുന്നിൽ ഈ ഒരു സമയം ചെലവഴിക്കാൻ സാധിച്ചത്, അദ്ദേഹത്തിന്റെ കഥകളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. എനിക്കും ഇന്നത്തെ ഈ ദിവസം എന്നും എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ പറയുന്നു. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, എന്റെ കൂടെ ഉള്ളപ്പോ കുട്ടിക്കാലത്തേക്ക് ഞാൻ തിരിച്ചു പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പം എല്ലാം ആസ്വദിച്ചാണ്, കുട്ടിക്കാലത്തിന്റെ മനോഹാരിത എല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ വളർന്നത്. അതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നെ, കാരണം ഒരുപാട് പ്രായ വ്യത്യാസം ഇല്ല ഞങ്ങൾക്ക്. കാരണം 10 മക്കളിലെ ഏറ്റവും ഇളയതാണ് അല്ലേന്റി. അപ്പോ എന്റെയാണ് കുട്ടികളെ, ചേച്ചിമാരുടെ കുട്ടികളെയൊക്കെ വളർത്താൻ അല്ലേന്റിയാണ് ഞങ്ങളൊക്കെ വളർത്തിയത്. എല്ലാ സ്നേഹവും തന്ന് ഞങ്ങൾ അല്ലേന്റിയാണ് എന്നെ ആദ്യമായിട്ട് ബസ്സിൽ കയറ്റിക്കൊണ്ട് പോയത് ഒക്കെ. അല്ലേന്റി ഒരുപാട് നന്നായി കഥകൾ എഴുതുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, അതുപോലെ കഥ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. എന്റെ റോൾ മോഡലായിരുന്നു. അല്ലേന്റിയെ പോലെ ആവണമെന്നാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു അവസരം ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടിയത്. ഞങ്ങൾ ഒരുമിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. സാറിന് ഒരുപാട് നന്ദി. കൂടെ വന്ന് ഈ ഒരു കഥയ്ക്ക് അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും എന്റെ പേരിലും അല്ലേന്റിയുടെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത് പെട്ടെന്ന്, നമ്മുടെയൊക്കെ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മിക്കവാറും പേരുടെയൊക്കെ ബാല്യകാലത്തെ വായന എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ലൈബ്രറി അല്ലേ, അവിടെ പോയി പുസ്തകം വായിക്കുക കാലത്തൊക്കെ. അപ്പൊ എന്റെ വീടിനടുത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വായിക്കാൻ വലിയ താല്പര്യമായിരുന്നു അന്ന് എനിക്ക്. എൻ്റെ അച്ഛന് മലയാളം ടീച്ചറായിരുന്നു. അപ്പൊ അത് കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വായനയുണ്ട്. പിന്നെ ഈ ചുറ്റലും ഒക്കെ ആയപ്പോഴത്തെ വായന എവിടെയോ പോയി, എവിടെയോ നഷ്ടപ്പെട്ടു. കാലത്തായിട്ട് വീണ്ടും വായനയാണ്. നമ്മളെ മാഞ്ചോട്ടിൽ നിന്ന് പോയ പോലെ പോയതാ. തീർച്ചയായിട്ടും തിരിച്ചു വന്നപ്പോ ആരെങ്കിലും കാത്തിരിക്കാനുണ്ടായിരുന്നോ സാറിന്? അല്ല, അതുപോലെ എല്ലാവർക്കും കാണും ഇതുപോലെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ. നമ്മളൊക്കെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടവരാണ്, എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഇത് പാടുന്നില്ല, ഇങ്ങനെ ഒരു പാട്ടില്ലേ സാർ, സ്വന്തം ബാല്യത്തിലൂടെ ഒന്ന് പോകാൻ കൊതി തോന്നാത്തവരുണ്ടോ? തീർച്ചയായിട്ടും അത് ബാല്യം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മൾക്ക് ഒരുപാട് സ്നേഹം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നഷ്ടബോധങ്ങളും ഉള്ള ഇപ്പൊ ഓർക്കുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ലേ? നല്ലൊരു കാര്യം തന്നെ. ബാല്യം എന്ന് പറഞ്ഞ് ബാല്യത്തിനെ കുറിച്ച് എത്ര പാട്ടുകൾ, എത്രയോ നമുക്ക് എപ്പോഴും ഒരു ഗൃഹാതുരത്വം ഒക്കെ തരുന്ന അതാണല്ലോ, നമ്മുടെ ഓർമ്മകളിൽ തിരിച്ചു പോവുക ഒക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക്
പെട്ടെന്ന് ഈ നമ്മുടെ അടുത്തുള്ള വായനശാലകളിലൊക്കെ പോയി നടന്ന് ചെറിയ പുസ്തകം തിരഞ്ഞു വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഒരു പക്ഷേ കിട്ടിയില്ലെന്നിരിക്കും. അതാരെങ്കിലും കൊണ്ടുപോയി പിന്നെയും കുറെ കാലം നോക്കിയിരിക്കണം ആ പുസ്തകം കിട്ടാൻ. അങ്ങനെ പല ഓർമ്മകൾ. അപ്പോൾ പഴയകാലത്തിലേക്ക് പോകാൻ കഥ കേട്ടത് കൂടാതെ അല്ലേ നമുക്ക് പഴയകാല ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള ഇതൊരു ഇവിടെ വരുന്നതുകൊണ്ടൊരു ഗുണം ഇതാണ്. സാറിന്റെ പ്ലാറ്റ്ഫോമിലുള്ള പല എല്ലാ നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. പല കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യം. താങ്ക് യു. ശുഭരാത്രി. Okay, good night. See you. Bye. Yes, sir. Bye, sir. Thank you.